സഞ്ചരിച്ച വഴിയിൽ സ്ഫോടക വസ്തുക്കൾ. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് 6 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ വീഴ്ച വരുത്തിയതിന് ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കർണാടകയിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന പാതയ്ക്ക് സമീപം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് നടപടി. സുരക്ഷാ വീഴ്ചയുണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ബാംഗ്ലൂർ സൗത്ത് SP R ശ്രീനിവാസ് ഗൌഡ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. എന്നാൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ പേരുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. മെയ് 10-നായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ആർട്ട് ഓഫ് ലിവിംഗ് കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള കുപ്പറെഡ്ഡി കെരയ്ക്ക് സമീപത്തു നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് 1.5 മണിക്കൂർ മുൻപ് ഒരു കോൺസ്റ്റബിളാണ് പ്രധാന റോഡിൽ നിന്നും 25 അടി മാറി ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലെ മതിലിനോട് ചേർന്ന് സംശയാസ്പദമായ കാർട്ടൺ ബോക്സ് കണ്ടെത്തിയത്. 2 ജെലാറ്റിൻ സ്റ്റിക്കറുകൾ, തീപ്പെട്ടി, കർപ്പൂരം, ബാറ്ററികൾ, കണക്ടിംഗ് വയറുകൾ, ഒരു റിയൽ ടൈം ക്ലോക്ക്, LCD ഡിസ്പ്ലേ എന്നിവയാണ് കർട്ടൺ ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ 2 ജെലാറ്റിൻ സ്റ്റിക്കുകളും തീപ്പെട്ടിയും മാത്രമാണ് കണ്ടെത്തിയതെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് NIA വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ബോക്സിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. സംഭവത്തിൽ NIA IB ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്താനായി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലേക്കും കർണാടകയിലെ അതിർത്തി ജില്ലകളിലേക്കും പ്രത്യേക പോലീസ് സംഘങ്ങളെ നിയോഗിച്ചെങ്കിലും ഇതുവരെയും കേസിൽ വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം കണ്ടെടുത്ത വസ്തുക്കളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഉണ്ടായിരുന്നില്ലെന്ന് ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാർട്ടൺ ബോക്സിൽ ഉണ്ടായിരുന്ന ജെലാറ്റിൻ സ്റ്റിക്കുകൾക്ക് 3 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും ടൈമർ പ്രവർത്തനരഹിതമായിരുന്നുവെന്നും ബോക്സിൽ ഡിറ്റനേറ്റർ ഉണ്ടായിരുന്നില്ലെന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി കർണാടക BJP അധ്യക്ഷനും MLAയുമായ BY വിജയേന്ദ്ര രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് തികച്ചും അക്ഷന്തവ്യവും ഗുരുതരവുമായ സുരക്ഷാ പരാജയമാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. മെയ് 10-ന് Xൽ പങ്കുവച്ച പോസ്റ്റിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നതായി വിജയേന്ദ്ര ആരോപിച്ചു. രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയൊരു വീഴ്ച പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് പരമാവധി സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിന് ഉത്തരവാദികളായവർക്കെതിരെയും ഡ്യൂട്ടിയിൽ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ച ഉജ്ജ്വല വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ തകർത്തുകൊണ്ടാണ് BJP മണ്ഡലത്തിൽ ചരിത്ര വിജയം സ്വന്തമാക്കിയത്. BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ 1,49,666 വോട്ടുകൾ നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 40,645 വോട്ടുകളുമായി 2ാം സ്ഥാനത്തെത്തി. 1,09,021 വോട്ടുകളുടെ വൻ മാർജിനിലാണ് BJP സ്ഥാനാർത്ഥി കുർമിയെ പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മൊല്ല 10,084 വോട്ടുകൾ മാത്രം നേടി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. മാത്രമല്ല വോട്ടർമാർക്ക് ഒടുവിൽ ഭയമില്ലാതെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞതിന്റെ തെളിവാണ് ഈ വിധിയെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വിശേഷിപ്പിച്ചു. BJPക്ക് ഇത്രയും വലിയൊരു ജനവിധി നൽകിയതിന് ഫൽത്തയിലെ ജനങ്ങളെ താൻ വണങ്ങുന്നുവെന്ന് Xലെ പോസ്റ്റിൽ അധികാരി പറഞ്ഞു. താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാഫിയ കമ്പനിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പേരെടുത്തു പറയാതെ തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഡയമണ്ട് ഹാർബർ MPയുമായ അഭിഷേക് ബാനർജിക്കെതിരെയും അധികാരി രൂക്ഷമായ പരിഹാസം ഉന്നയിച്ചു. പെട്ടെന്ന് പേരച്ചൂട്ടിൽ വന്നിറങ്ങി താനാണ് കമാൻഡർ എന്ന് അവകാശപ്പെടുന്ന ഒരു തട്ടിപ്പുകാരനെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.